ഇപ്പോൾ MP രാജേഷ് മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. തത്സമയ സംപ്രേഷണം. ഇന്ന് സബ്മിഷനിലൂടെ യഥാർത്ഥത്തിൽ ഉന്നയിച്ചത് അടിസ്ഥാനമില്ലാത്തൊരു കാര്യമാണ്. ഇപ്പോൾ പ്രസക്തമല്ലാത്ത ഒരു പ്രശ്നമാണ്. സഭയ്ക്ക് പുറത്തേ വ്യക്തമാക്കി കഴിഞ്ഞ കാര്യമാണ്. വീണ്ടും സഭയിൽ കഴിഞ്ഞ ദിവസം അടിയന്തര പ്രമേയമായിട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചു. ഇപ്പോൾ സബ്മിഷനായിട്ടൊന്ന് കൊണ്ടുവന്നു. സർക്കാർ ഇക്കാര്യം ഒരു സംശയത്തിനും ഇടയില്ലാതെ സഭയിൽ വ്യക്തമാക്കിയ ശേഷവും അദ്ദേഹം സർക്കാരിനെതിരായിട്ടുള്ള ആക്ഷേപങ്ങൾ ചൊരിയാനാണ്, സഭയെയും ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കാനാണ് ശ്രമിച്ചത്. സർക്കാർ അങ്ങനെ ഒരു കാര്യമേ പരിഗണിക്കുന്നില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. അതിന്ന് സഭയിൽ സംശയരഹിതമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ടായി. കാരണം ഈ പ്രശ്നം ഉയർന്നു വന്ന സമയത്ത് തന്നെ ജയിൽ മേധാവി പത്രക്കുറിപ്പ് ഇറക്കിയിരുന്നു. ഇപ്പോൾ ജയിൽ മേധാവി സമർപ്പിച്ച പട്ടിക സ്വാതന്ത്ര്യത്തിൻ്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് വിവിധ ജയിലുകളിൽ കഴിയുന്ന തടവുകാർക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള പട്ടിക മാനദണ്ഡങ്ങൾ പ്രകാരമുള്ളതല്ല, അതിൽ അനർഹരായിട്ടുള്ള ആളുകൾ കടന്നുകൂടിയിട്ടുണ്ട് എന്ന് കണ്ടെത്തിയതാരാണ്? സർക്കാരാണ്, ആഭ്യന്തര വകുപ്പാണ്. അത് കണ്ടെത്തിയപ്പോൾ മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ട് പുതിയ പട്ടിക സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടത് ആഭ്യന്തര വകുപ്പിൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് 3/6 എഴുതിയ കത്ത്. മാത്രമല്ല, ഈ കേസിൽ ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് ഒരു കാരണവശാലും അവരതിന് അർഹരല്ല എന്നത് ഹൈക്കോടതിയുടെ വിധിയുണ്ട്. 20 വർഷം കഴിയാതെ അതിനെ പരിഗണിക്കരുത് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിയുള്ളതാണ്. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഹൈക്കോടതിയുടെ വിധി നിലനിൽക്കെ സർക്കാർ അതിനൊരു ശ്രമം നടത്തും എന്ന് പ്രചരിപ്പിക്കുന്നത് തന്നെ ദുഷ്ടലാക്കോട് കൂടിയിട്ടാണ്. സാധ്യമാവില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. എന്നിട്ടും ആ പ്രചരണം നടത്തി. അപ്പോൾ തന്നെ സർക്കാർ അത് വ്യക്തമാക്കി, പത്രക്കുറിപ്പിലൂടെ വ്യക്തമാക്കി. നിയമമന്ത്രി അന്ന് ആ ഘട്ടത്തിൽ വാർത്ത വന്ന് മണിക്കൂറുകൾക്കകം മാധ്യമങ്ങളോട് ഇക്കാര്യം പറഞ്ഞു. ഇന്ന് നിയമസഭയിലും വ്യക്തമാക്കി. എന്നിട്ടും അദ്ദേഹം പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷവും ഈ അടിസ്ഥാനമില്ലാത്ത വ്യാജ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണിപ്പോൾ കേരളത്തിൽ പ്രതിപക്ഷത്തിൻ്റെ പ്രചരണത്തിൻ്റെ രീതി. സർക്കാർ ആലോചിച്ചിട്ടില്ലാത്ത ഒരു കാര്യം, സർക്കാരിന് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല എന്ന് ഉറപ്പുള്ളൊരു കാര്യം പ്രചരിപ്പിക്കുക. കാരണം സർക്കാരിന് ചെയ്യാൻ കഴിയില്ല എന്ന് പ്രചരിപ്പിക്കുന്നവർക്കും അറിയാം. എന്നിട്ടും അത് പ്രചരിപ്പിക്കുക. എന്നിട്ട് സർക്കാർ വ്യക്തമാക്കിയാലോ സർക്കാരിൻ്റെ എന്തോ ഒരു തെറ്റായ നീക്കം ഞങ്ങൾ കണ്ടുപിടിച്ച് കളഞ്ഞു, ഞങ്ങളത് പരാജയപ്പെടുത്തി കളഞ്ഞു എന്ന് മേനി നടിക്കുക, സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുക. ഈ ഒരു രീതിയാണ് ഇപ്പോൾ പ്രതിപക്ഷം പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇന്ന് സഭയിൽ ഈ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് വേണ്ടി വ്യക്തമാക്കിയതോടെ പ്രതിപക്ഷത്തിൻ്റെ ദുഷ്ടലാക്ക് തുറന്നു കാണിക്കപ്പെട്ടിരിക്കുകയാണ്. സർക്കാർ ഒരു ഘട്ടത്തിലും ഇത് ആലോചിച്ചിട്ടില്ല. അത് പോലീസിൻ്റെ നടപടിക്രമങ്ങളുടെ ഭാഗമാണോ അതോ ഈ പ്രശ്നം സജീവമാക്കി നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കുടില നീക്കമോ ഉപജാപമോ അതിനുണ്ടോ എന്നുള്ളത് ഗൗരവമായിട്ട് പരിശോധിക്കേണ്ടതാണ്. കാരണം സർക്കാർ ആലോചിച്ചിട്ടില്ലാത്ത ഒരു കാര്യത്തിൻ്റെ മുകളിൽ ഇത്തരം നടപടികൾ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് ഗൗരവമായിട്ട് തന്നെ ഗവൺമെൻറ് പരിശോധിക്കും. അല്ല, ഞാൻ പറയുന്നത് ആരുടെ ഭാഗത്തു നിന്നായാലും. ഇപ്പോൾ ജയിൽ സൂപ്രണ്ടിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടത് അർഹരല്ലാത്ത ആളെ, ജയിൽ സൂപ്രണ്ടിൻ്റെ ചുമതല വഹിക്കുന്നയാൾ ഒരു കാരണവശാലും ഇതിന് പരിഗണിക്കാൻ പറ്റാത്ത ആളുടെ പേര് അയക്കുകയാണ്. അത് വളരെ യാദൃശ്ചികമായി നിഷ്കളങ്കമായി സംഭവിക്കുന്ന ഒന്നാണോ? അപ്പോൾ സർക്കാരിൻ്റെ ശമ്പളം പറ്റിയിട്ട് പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഗൗരവമായി പരിശോധിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, കേരളത്തിൽ ഏതെങ്കിലും ഒരു പോലീസ് കോൺസ്റ്റബിൾ ഫോണിൽ വിളിച്ചു എന്നതുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ സർക്കാർ തീരുമാനം. ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി
അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒരു പോലീസ് കോൺസ്റ്റബിൾ അങ്ങനെ അവരുടെ അഭിപ്രായം തേടി എന്ന് പറഞ്ഞ് നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിക്കുന്നതൊക്കെ എന്തുദ്ദേശത്തോടു കൂടിയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വ്യക്തമാണ്. ഗവൺമെൻറ് പത്രക്കുറിപ്പിലൂടെ വ്യക്തമാക്കിയൊരു കാര്യമാണ്. അല്ല, അതാ ഞാൻ പറഞ്ഞത്. അത് ഏത് സാഹചര്യത്തിലാണ്? പിന്നെ നിയമസഭയിലും ഈ കാര്യം വ്യക്തമാക്കി. ഇന്ന് ഞാൻ പറഞ്ഞത് അതെ, അല്ല, സാധാരണഗതിയിൽ സർക്കാരിൻ്റെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞാൽ പിന്നെ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തല്ലോ. കാരണം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം, ചെയ്യാൻ പറ്റാത്ത കാര്യം, ചെയ്യാൻ പറ്റില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ അവരുടെ പേര് ഉൾപ്പെടുത്തിയത്, ഈ പോലീസ് റിപ്പോർട്ട് തേടിയത് നിഷ്കളങ്കമല്ല എന്നുള്ളത് വ്യക്തമാണല്ലോ. അപ്പം അതുകൊണ്ടാണ് അവർക്കെതിരെ നടപടിയെടുത്തത്. ഇക്കാര്യത്തിലും ഗൗരവമായിട്ടുള്ള പരിശോധന ഉണ്ടാകും. അത് പ്രതിപക്ഷത്തിൻ്റെ ലക്ഷ്യം രാഷ്ട്രീയമാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ വാദങ്ങളെല്ലാം. സർക്കാർ ചിന്തിക്കാത്ത കാര്യം, സർക്കാർ ആലോചിക്കാത്ത കാര്യം സർക്കാരിൻ്റെ മേൽ ആരോപിക്കുകയാണ് പ്രതിപക്ഷം. അപ്പോൾ അത് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യമാണ് ഇങ്ങനെ ചില നീക്കങ്ങൾ നടക്കേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് നിഷ്കളങ്കമായിട്ട് നടന്നതല്ല. ആരാണ് ഇതിൻ്റെ ഗുണഭോക്താവ്? സർക്കാർ ആലോചിച്ചിട്ടില്ലാത്ത കാര്യം സർക്കാരിൻ്റെ മേൽ ആരോപിക്കുന്നതിൻ്റെ ഗുണഭോക്താവാരാ? പ്രതിപക്ഷം. അങ്ങനെ സർക്കാരിനെതിരെ ഉദ്യോഗസ്ഥരെ വലിയ രീതിയിൽ കുറ്റപ്പെടുത്തുന്ന പരാമർശമാണിപ്പോൾ മന്ത്രി എം.പി. രാജേഷ് അവിടെ നടത്തുന്നത്. ഉദ്യോഗസ്ഥർ സർക്കാരിൻ്റെ ശമ്പളം പറ്റി പ്രതിപക്ഷത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന വിമർശനം വളരെ ദുഷ്ടലാക്കോടുകൂടിയുള്ള ഒരു പ്രചരണമാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളുടെ ശിക്ഷാ ഇളവ് നീക്കവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ നടക്കുന്നത്. പ്രതിപക്ഷത്തിൻ്റെ ആ പ്രചരണങ്ങൾക്ക് ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുന്നു എന്ന തരത്തിലുള്ള പരാമർശം, ഉദ്യോഗസ്ഥരുടെ സസ്പെൻഷൻ ഉണ്ടായിട്ടും ഈ തരത്തിൽ ആ വിവാദം ആളിക്കത്തിക്കുന്നതിനെതിരെ അതിരൂക്ഷമായ പ്രതികരണം ഇപ്പോൾ എം.പി. രാജേഷ് നടത്തുന്നു. ഏതായാലും വലിയ തോതിൽ ഉദ്യോഗസ്ഥരെ, ജയിൽ ഉദ്യോഗസ്ഥരെ അദ്ദേഹം കുറ്റപ്പെടുത്തുന്നുണ്ട്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് മാത്രമുണ്ടായ വീഴ്ചയാണ്, സർക്കാർ ഇക്കാര്യം അറിഞ്ഞിട്ടേയില്ല, ഇത്തരമൊരു നീക്കം നടക്കുന്നതായി സർക്കാരിൻ്റെ ശ്രദ്ധയിൽ ഒരു ഘട്ടത്തിലും വന്നിട്ടില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് അവിടെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയാണ്. പക്ഷേ ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥരുടെ വശം മറ്റൊന്നാണ്. അവർ തങ്ങളെ ബലിയാടാക്കിയെന്ന് പറയുന്നു. സർക്കാർ നിർദ്ദേശിച്ച പ്രകാരമാണ് പട്ടിക തയ്യാറാക്കിയത് എന്ന് അവർ ക്യാമറയ്ക്ക് മുന്നിലല്ലെങ്കിൽ പോലും മാധ്യമങ്ങളോട് വ്യക്തമാക്കുന്നുണ്ട്.